കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് 5000 പുരുഷന്മാർക്ക് വേണ്ടി യേശു കർത്താവ് അത്ഭുതം ചെയ്യുന്നതാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് അവരെ 50 വീതം പന്തി പന്തിയായി ഇരുത്തുവിനെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അങ്ങനെ ചെയ്ത് എല്ലാവരും ഇരുത്തി. യേശു ആ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ച് നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷണം 12 കൊട്ടയെടുത്തു. ഈ അത്ഭുതത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ വേറൊരു വശം എന്താണ്? നമ്മുടെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും അവൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ അവൻ സ്വർഗത്തേക്ക് നോക്കി അനുഗ്രഹിച്ചു പുരുഷാരത്തിന് കൊടുത്തു. 5000 പുരുഷന്മാർ കഴിച്ചിട്ട് മിച്ചം വന്നത് 12 ബാസ്ക്കറ്റാണെന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ ആ 12 ബാസ്ക്കറ്റ് അവൻ ഒന്നുകൂടി അനുഗ്രഹിച്ച് നുറുക്കിയാൽ ഇസ്രയേലിലുള്ള മുഴുവൻ പേർക്കും അത് മതിയായിരുന്നില്ലേ? അങ്ങനെ മുഴുവൻ പേരും തിന്നു കഴിഞ്ഞാൽ മിച്ചം വരുന്നത് നുറുക്കിയാൽ മിഡിൽ ഈസ്റ്റിലെ മുഴുവനും അത് മതിയാകുമായിരുന്നു. ഹല്ലേലൂയ. 50 പന്തി വീതം ഇരുത്തുവാൻ അവൻ പറയുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഈ വലിയ പുരുഷാരത്തിന് ഞങ്ങൾ കൊടുക്കണോ? ആകെ ഞങ്ങളിൽ 5 അപ്പവും 2 മീനേ ഉള്ളൂ. നിസ്സഹായരായിട്ട് തളർന്ന ചോദിക്കുന്നു, ഇവൻ ഞങ്ങളെ അയക്കുമോ? ഇവർക്കെല്ലാവർക്കും അപ്പം കളക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വല്ല ഷോപ്പിലോട്ടൊക്കെ പറഞ്ഞു വിടുമോ എന്നും പറഞ്ഞ് തളർന്ന മനസ്സോടെ ചോദിക്കുന്നു. യേശു പറഞ്ഞു, 50 പന്തി പന്തിയായിരുത്തുവേൻ. ഏഷ്യയ്ക്ക് മുഴുവനും വേണ്ടതാ, ഓരോ രാജ്യത്തിനും വേണ്ടതാ, ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടതാ കർത്താവിൻ്റെ കയ്യിലുണ്ട്. തുടങ്ങുന്ന എവിടുന്നാണ്? 5 അപ്പവും 2 മീനും. അതുകൊണ്ടാണ് പിന്നീട് ചോദിക്കുന്നത്, നാട്ടുകാരനെ കുറിച്ച് എന്ത് പറയുന്നു? ചിലർ പറയുന്നു സ്നാപക യോഹന്നാൻ. എന്താ കാര്യം? നീതിയും വിശുദ്ധിയും കണ്ടിട്ടാണ് പറയുന്നത്. ചിലർ പറയുന്ന ഏലിയാവാണെന്ന്, ശക്തിയും അധികാരവും കണ്ടിട്ടാണ് പറയുന്നത്. അതുകൊട്ടെ, നിങ്ങളെന്ത് പറയുന്നു? പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തുവാണ്, മശിഹയാണ്. ഒരു റീജിയന് വേണ്ടി മാത്രമുള്ള ആളല്ല നീ. ഇസ്രയേലിന് വേണ്ടിയും സാരാഭാത്തിന് വേണ്ടിയും മാത്രമുള്ള ആളല്ല നീ. അമേരിക്കയ്ക്ക് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ള ആളല്ല നീ. നീ ഭൂമിക്ക് വേണ്ടിയുള്ളവനാണ്. നീ ഭൂമിയുടെ ഉപ്പാണ്. നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. കർത്താവേ, നിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. നീ ചെയ്ത അടയാളത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു വെളിച്ചം കിട്ടി കർത്താവേ. നിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഇതാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ സാധിക്കാത്തതിൽ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ വചനം അങ്ങനെ പറയുന്നില്ല. വചനം പറയുന്ന എളിയവരോട് ചേർന്ന് കൊള്ളുകയും, അങ്ങനെ എളിയവരോട് ചേർന്ന് കൊണ്ടാൽ കിട്ടുന്നൊരു പ്രിവിലേജ് ഉണ്ട്. എന്താണത്? യേശു കർത്താവ് ചോദിച്ചു, ശുശ്രൂഷിക്കുന്നവനാണോ വലിയവൻ, പന്തിയിലിരിക്കുന്നവനാണോ വലിയവൻ? ഇപ്പം അപ്പം തിന്നവനാണോ വലിയവൻ, വിളമ്പിയനാണോ വലിയവനെന്ന ചോദ്യം. നമ്മളെന്ത് പറയും? നമ്മുടെ മനസ്സിൽ പറയും വിളമ്പുന്നതല്ലേ നല്ലതല്ല. ശുശ്രൂഷ അനുഭവിക്കുന്നവനാണോ വലിയവൻ, ശുശ്രൂഷിക്കുന്നവനാണോ വലിയവൻ? ശുശ്രൂഷകൻ ചെറിയവനല്ലേ? ഇന്ന് ലോകത്തിൽ ശക്തമായിട്ട് അനേകരിലൂടെ നിനക്ക് ദൂത് തരുമ്പോൾ നീയാണോ വലിയവൻ, അവനാണോ വലിയവൻ? നീയല്ലേ വലിയവൻ. നീയല്ലേ മേശയുടെ അടുത്ത് കസേരയിട്ട് ബാങ്കറ്റ് അനുഭവിക്കുന്നത്, വിരുന്ന് അനുഭവിക്കുന്ന നീയല്ലേ. അവൻ ശുശ്രൂഷക്കാരനല്ലേ. കർത്താവ് തരുന്ന ഓരോ അനുഭവങ്ങളും, ഓരോ വിരുന്നുകളും, ഓരോ ദൂതുകളും അത് നിങ്ങളുടെ ഭാഗ്യമാണ്. അത് സ്വീകരിക്കേണ്ട വണ്ണം 2 കൈയിൽ നീട്ടി സ്വീകരിക്കണം. കാരണം അനേകർ ആഗ്രഹിച്ചിട്ടും കിട്ടിയില്ല, കാത്തിരുന്നിട്ടും കിട്ടിയില്ല പുത്രൻ്റെ മേശയിൽ നിന്ന് കഴിക്കാൻ. ജോസഫ് തൻ്റെ സഹോദരന്മാർക്ക് വിരുന്ന് കൊടുത്തു. എന്നിട്ട് ഏറ്റവും ഡിലീഷ്യസായ ഫുഡൊക്കെ ഇവൻ്റെ പങ്കായിട്ട് സഹോദരന്മാർക്ക് കൊടുത്തു വിടും. ബെന്യാമിന് മറ്റുള്ളവർക്ക് കൊടുത്തതിൻ്റെ 5 ഇരട്ടിയാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും ഓരോ കേക്ക് കൊടുത്തു വിട്ടപ്പോൾ ബെന്യാമിന് 5 കഷ്ണം കേക്ക് കൊടുത്തു. ക്രിസ്തു നിങ്ങളെ വലിയവനാക്കും. എളിയവരോട് ചേർന്ന് വയ്ക്കാൻ മനസ്സുണ്ടെങ്കിൽ, എളിയവനെക്കുറിച്ച് കൺസേൺ ഉണ്ടെങ്കിൽ,
അവൻ തരുന്ന വിരുന്ന് നിങ്ങൾ അനുഭവിക്കും. യേശുവിൻ്റെ നാമത്തെ ഞാൻ അനുഗ്രഹിക്കും. സ്വർഗം കൃപ നൽകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാം. സ്വർഗീയ നന്മകൾ വിരുന്ന് അനുഭവിക്കാം. സ്വർഗം സഹായിക്കട്ടെ. ആമേൻ.